ഡിയേഴ്സ്, നിങ്ങളുടെ പങ്കാളിക്ക് ശക്തമായ രീതി മുറിച്ചു കൊടുക്കാൻ ആഗ്രഹമുള്ളവരാണോ? രണ്ടുപേർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണോ? ഒരു സൂപ്പർ ടെക്നിക് ഉണ്ട്. നിങ്ങൾ ഇതിനൊരു ക്യാറ്റ് ടെക്നിക് എന്നും പറയും. പൂച്ചനെ പോലെ കോയിറ്റൽ അലൈൻമെന്റ് ടെക്നിക്. ഇത് മിഷണറി പൊസിഷന്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ്. ഇത് മാക്സിമം പ്ലഷർ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. സ്ത്രീ മിഷണറി കിടക്കുന്ന പോലെ തന്നെ കിടക്കും. ഒരു ഇങ്ങനെ ഒരു ചെരിഞ്ഞിട്ട് ഇപ്പിക്ക് കണ്ടില്ലേ, അതേപോലെ കിടക്കും. പുരുഷൻ എന്നിട്ടുണ്ടെങ്കിൽ സാധാരണ മിഷണറി പോലെയുള്ള കുറച്ചുകൂടി മുകളിലോട്ട് കിടന്നിട്ട് ഗ്രൈൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് ലിംഗം കയറ്റുക മാത്രമല്ല, അവരുടെ ഈ ഭാഗം കുറച്ചും കൂടി അവരുടെ ക്രിസരീന്റെ ആ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് അടുപ്പിച്ചിട്ട് ഗ്രൈൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ചെയ്യുന്ന സമയത്ത് എന്താണ്, ക്രിസരി നല്ല രീതിയിൽ ഒരു ഉത്തേജനം കിട്ടുകയും ഇപ്പോൾ യോനിയിലൂടെയുള്ള സ്പോട്ടിലൂടെ കിട്ടുന്ന ആ ഒരു സുഖവും അവർക്ക് ക്രിസരി കൊടുക്കുന്ന ഒരു സുഖം കൂടി ഒന്നിച്ച് അലൈൻമെന്റ് ചെയ്ത് സൂപ്പറായിട്ടുള്ള ഒരു രതിമൂർച്ച ചെലുത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഈ പൊസിഷനിൽ കണക്ഷനും പ്ലഷറുമാണ് ഫോക്കസ് ചെയ്യുന്നത്. ആ റിതം സ്ലോ ആണെങ്കിലും സെൻസേഷൻ വളരെ നന്നായിട്ട് ബിൽഡ് ചെയ്യും. ആ സെൻസേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഹൈ ആയിട്ടുള്ള സെൻസേഷനും ആയിരിക്കും. രതിമൂർച്ച കിട്ടാനുള്ള ചാൻസ് വളരെ ഹൈയുമാണ്. സ്ലോ റിതം ആണെങ്കിലും സെൻസേഷൻ വളരെ ഡീപ്പായിട്ട് കിട്ടും. ലെസ് ആയിട്ടുള്ള എഫേർട്ടാണ്, പക്ഷെ മോർ സെൻസേഷനും കിട്ടുന്നുണ്ട്. ആ ഒരു ബാലൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും പുരുഷന്. സ്ത്രീകൾക്ക് വളരെ നന്നായിട്ട് രതിമൂർച്ച കിട്ടാൻ വേണ്ടി സഹായിക്കും. അതുപോലെ ഇമോഷണൽ ബോണ്ടിങ് ഭയങ്കര നന്നായിട്ട് കൂടാൻ സഹായിക്കുന്നുണ്ട്. സ്ലോ ഡീപ്പ് കണക്റ്റഡ് എക്സ്പീരിയൻസ് ആണ്, അല്ലാണ്ട് ഫാസ്റ്റ് അല്ല. ഇതിന് പുറകിൽ ഒരു സയൻസും ഉണ്ട്. ഡോക്ടർ നയൻ വൈസ് പറയുന്നത് സാധാരണ മിഷണറി ചെയ്യുന്ന പോലെയല്ല ഇത് സ്ത്രീകൾ ഫീൽ ചെയ്യുക. അവരുടെ പ്രോസ്റ്റേറ്റ്, അത് സ്കിനിൽ ഗ്ലാൻഡില്ലേ, അതിലും ഇന്റേണൽ ആയിട്ടുള്ള ആ ക്രിസരി, ഇന്റേണൽ ആയിട്ടുള്ള ക്ലിറ്റോറസിന്റെ ഭാഗങ്ങളിലും സ്കിനിൽ ഗ്ലാൻഡിലൊക്കെ നല്ല രീതിയിൽ ഒരു സെൻസേഷൻ കൊടുക്കുന്നുണ്ടെന്നും അതിൽ നിന്നാണ് അവർക്ക് ഇത്രയും നല്ലൊരു രതിമൂർച്ച കിട്ടുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഈ കാറ്റ് എന്ന് പറഞ്ഞ പൊസിഷൻ എന്താണ് പറയുക, ആ ഇന്റൻസിറ്റി കുറയ്ക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ശുക്ലം പോകുന്നവർക്ക് അത് പോവാതിരിക്കാനും സഹായിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആണിനും പെണ്ണിനും വളരെ നല്ലൊരു പൊസിഷൻ തന്നെയാണ് ഇത്. അതായത് ഗ്രൈൻഡ് ചെയ്യുന്നു. ഇങ്ങനെ സ്ത്രീ കിടക്കുന്നു, പുരുഷൻ ഇതേപോലെ തന്നെ ഈ മുകൾ ഭാഗത്ത് വരുന്നു, ഗ്രൈൻഡ് ചെയ്യുന്നു. അവരുടെ ക്രിസരിയിലും കൂടിയിട്ട് ആയിട്ട് സ്ത്രീ കുറച്ചുകൂടി ഒന്ന് പൊങ്ങി ഇങ്ങനെ കിടക്കുന്നത്, ഇങ്ങനെ ഈ സൈഡ് ചിലപ്പോൾ പില്ലോ ഒക്കെ ഇവിടെ വെച്ചിട്ടൊന്ന് പൊക്കി വെക്കുന്നത് അവർക്ക് കൂടുതലായിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി അത് സഹായിക്കും. അപ്പോൾ ഈ സ്വീകരിക്കുന്ന ആളുടെ കാല് പിന്നെ അകത്തും, അതായത് ലിംഗം കയറ്റുന്ന ആളുടെ കാല് പുറത്തുമായിട്ട് ഇങ്ങനെയൊക്കെ. അതുപോലെ നിങ്ങൾക്ക് ശീഘ്രസ്കലനൊക്കെ ഉള്ളവരാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് വൈവേദ്യന്റെ പവർ റോൾ ഓൺ ക്യാപ്സ്യൂൾ. ശിലാജിത്ത്, അശ്വഗന്ധ, സേഫ് മുസ്ലി, കൗഞ്ച് ബീച്ച്, ഗോക്ഷുരാവി എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ ഒരു താല്പര്യം കൂട്ടുകയും നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോൺ നല്ല രീതിയിൽ കൂട്ടാനും സഹായിക്കുന്നുണ്ട്. ക്ഷീണമൊക്കെ മാറ്റി നിങ്ങളുടെ എനർജി ലെവൽ, സ്റ്റാമിനയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. മെറ്റബോളിസം, നിങ്ങളുടെ ഹോർമോൺസ് ഒക്കെ ബാലൻസ് ആക്കി വെക്കാനും സഹായിക്കുന്നുണ്ട്. കൂടുതൽ നേരമൊക്കെ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാനും കൂടുതലായിട്ട് സുഖം കിട്ടുവാനും, അത് മാത്രമല്ല മസിൽ സ്ട്രെങ്ത് കൂട്ടാനും സഹായിക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിലോ രാവിലെ വൈകുന്നേരം കഴിക്കാട്ടോ, അല്ലെങ്കിൽ ഇളം ചൂട് പാലിലോ ഒക്കെ കഴിക്കാം. തങ്കഭസ്മം ആഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി കൂട്ടി കൂടുതൽ നേരമൊക്കെ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഈ ക്യാപ്സ്യൂൾ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. നെക്സ്റ്റ് ഡേ വിത്ത് എ ലിറ്റിൽ ബിറ്റ്. ബൈ.